ഹായ് ഹലോ ഞാനേ ഇവിടെ കുർബാനയുണ്ട്. ക്രിസ്മസിൻ്റെ കുർബാന. അപ്പോൾ അത് കൂടാൻ പോകണം. കൂടിയില്ലായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇത്തിരി ബിരിയാണി എന്താ പറയുക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കേട്ടോ, പെട്ടെന്ന് തോന്നിയ ഒരു പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് എന്താ പറയുക, ഒരു സവാള എടുത്തിട്ട് പെട്ടെന്ന് വഴറ്റി, പിന്നെ നമ്മുടെ പട്ടയും കറിയാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെ ഇച്ചിരി കുരുമുളകൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം റെഡിയാക്കാൻ. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം ഡബിൾ ഇരട്ടി വെള്ളം വേണമെന്ന്. അപ്പം ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചോറ് ഇതിലേക്ക് ഇടണം. അത് ഞാൻ ഓൾറെഡി ഇവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് റൈസ്, ഇങ്ങനത്തെ അരിയാണ്. അപ്പം അത് ഇതിലേക്ക് ഇടണം. ബാക്കി പുറകെ കാണിക്കും. അപ്പോൾ എൻ്റെ ബിരിയാണി പെട്ടെന്നായി കേട്ടോ. അപ്പം ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, കറി ഞാൻ കുക്കറിൽ വേഗം അതൊന്ന് ചിക്കൻ ഇട്ടിട്ട് വേവിക്കാൻ നോക്കി. പെട്ടെന്ന് സമയം പോകുന്നു. അപ്പോൾ പെട്ടെന്ന് അത് ആയിക്കഴിഞ്ഞിട്ട് അത് ഗ്രേവി ആക്കണം. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഒരുമിച്ചിട്ട് വെച്ചില്ല. അതിന് നമുക്ക് പാത്രം ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് എന്താ പറയുക, ഇതിങ്ങനെ വെച്ചിട്ട് ചോറ് സെപ്പറേറ്റ് ആക്കി വെച്ചു. അപ്പോൾ ചോറ് ഓക്കെ ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ കറിയും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു സർലാസും ഉണ്ടാക്കി. സർലാസ് വേറെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞോണം കുക്കുംബറൊന്നും കിട്ടിയില്ല. സർലാസ് ഇട്ട് പിന്നെ ഇതിൻ്റെ കളർ എങ്ങനെ ഇരിക്കുന്നത് വെച്ച് ഞാൻ കുങ്കുമപ്പൂ ഇട്ടിരുന്നു, വെള്ളത്തിലിട്ടിട്ട് അത് ഒഴിച്ചിരുന്നു. അതാണേ നമ്മുടെ സർലാസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പിക്കിൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ക്രിസ്മസിൻ്റെ ഫുഡും അതങ്ങനെയായി. ഓക്കെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതേ ഞാൻ പള്ളിയിലെത്തി. അപ്പം കുർബാന തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം അതൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഡബ് ചെയ്തതാണ് വീട്ടിൽ വന്നിട്ട്. അവിടെ നിന്ന് ഇത്ര ഉറക്കെ പറയാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും കൊറേഷ്യയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ മലയാളം കുർബാന. സത്യം പറയാൻ കേട്ടോ, ഇത് അറേഞ്ച് ചെയ്ത ആരായാലും ഞാൻ പരിചയപ്പെട്ടിരുന്നു. പരിചയപ്പെടുന്ന വെച്ചാൽ അധികം സംസാരിക്കാൻ പറ്റിയില്ല. ഇവിടെ ആദ്യം വന്ന ഒരു എന്താ പറയുക, പുള്ളിക്കാരത്തിയുടെ പേര് എടുത്ത് പറയാമെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരത്തെയാണ് അതൊക്കെ അറേഞ്ച് ചെയ്തത്. അതൊക്കെ സമ്മതിച്ചു കൊടുത്തിരിക്കണം കേട്ടോ. കാരണം ഇത്രയും എന്താ പറയുക, അച്ഛനെ കൊണ്ടുവരിക, ഇവിടെ ഈ പള്ളിയിൽ കുർബാന നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്യുക, അതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ. ഇവിടെ മലയാളം കുർബാന ഉണ്ട് കേട്ടോ എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞായറാഴ്ച ഒരു പള്ളി പോയിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് ഇവിടുത്തെ കൊറേഷ്യന് പറയുന്ന ഹർവാസ്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും മനസ്സിലായില്ല ആക്ച്വലി. ബട്ട് കുർബാന കുറച്ച് നേരം കണ്ടിട്ട് പോന്നു. ഈ കുർബാന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അച്ഛൻ വന്നത് ഇറ്റലിയിൽ നിന്നാണ്, അവിടെ പഠിക്കാൻ വന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛൻ വന്നു, വളരെ സന്തോഷത്തോടെ കുർബാന ചൊല്ലി. അച്ഛൻ്റെ പ്രസംഗമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ പള്ളി നമുക്ക് തന്നത് ഇവിടുത്തെ ഒരു അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ ഈ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ അച്ഛൻ വളരെ സന്തോഷത്തോടെയാണ് നമുക്കിതെല്ലാം തുറന്നു തന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹം തന്നെ. പിന്നെ ഇവിടെ എല്ലാവരും ഈ ഞായറാഴ്ചകളിൽ കൃത്യമായിട്ട് തന്നെ പള്ളിയിൽ പോകും. നമ്മുടെ നാട്ടിലെ പോലെ കൃത്യമായും കൃത്യസമയം പാലിച്ച് അവർ പള്ളിയിൽ പോയിരിക്കും. അതൊക്കെ നല്ല കാര്യം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ അത് അറേഞ്ച് ചെയ്ത എല്ലാവരോടും നന്ദി പറയണം. എന്തായാലും നമുക്ക് കുർബാന കാണാൻ പറ്റിയത് ക്രിസ്മസിന്. പിന്നെ അച്ഛൻ്റെ പ്രസംഗം സൂപ്പറായിരുന്നു. പിന്നെന്താ, ഇത് കഴിഞ്ഞപ്പം എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും താഴെയായിരുന്നു അതെല്ലാം അറേഞ്ച് ചെയ്തത്. അങ്ങനെ അപ്പം ക്രിസ്മസ് എന്തായാലും ഒന്നും മിസ്സായില്ല, സന്തോഷമായിട്ട് പോയി. അപ്പോൾ ബൈ. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഞാൻ പെട്ടെന്ന് ബാക്കിയുള്ളത് ഇങ്ങനെ ഇച്ചിരി ഫാസ്റ്റായിട്ട് ഞാൻ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ വീണ്ടും പഴയ പോലെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യണം. പ്ലീസ് എല്ലാവരും ചാനലൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം.
അങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്താലല്ലേ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. നമ്മൾ കുറേശ്യയിൽ വന്ന് കഴിയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന അത് അവിടെ ഏതാ രാജ്യം, അല്ലെങ്കിൽ അവിടെ ഇത്രയും ആൾക്കാരുണ്ടോ? സത്യം പറയാൻ നമ്മളുണ്ടല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. യൂറോപ്പ് എവിടെയും നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. നമുക്ക് തന്നെയുണ്ടല്ലോ കുറേ കാര്യം എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം ഏതാണെന്ന്. അത് ഇന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കാണരുത്. എവിടെയാണ് നമുക്കൊരു ജോലി സാധ്യത തെളിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് നോക്കി അന്വേഷിച്ചിട്ട് നമ്മളത് ഫോർവേഡ് ചെയ്യാൻ നോക്കുക. നല്ല ഏജൻസിയെ സമീപിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. പിന്നെ അത് തന്നെയല്ല കേട്ടോ, ഈ ഓരോ സ്ഥലത്തും ഓരോ ലാംഗ്വേജ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ക്രൊയേഷ്യൻ ലാംഗ്വേജ്, അപ്പോൾ അത് ഹർവാസ്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലാംഗ്വേജ് എന്നോടൊക്കെ ആദ്യം ബേസിക് പഠിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ബേസിക് ഞാൻ പഠിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റായിട്ടും പഠിച്ചാൽ അത് ആവശ്യമാണ്. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ പോരാ, അതും കൂടി അറിഞ്ഞിരുന്നാൽ അവിടെ അറിയാത്ത ആൾക്കാരുണ്ട് ലാംഗ്വേജ്. അപ്പം ഇപ്പം ഞാൻ കെയർ ഹോമാണ്. അപ്പം നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഏത് സ്ഥലത്തോട്ടാണ് പോണേ അവിടെ വല്ല അവരുടേതായ ഭാഷയുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പം നമുക്ക് വളരെയേറെ ഗുണം ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഈ രാജ്യത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പം എല്ലാവരോടും വീണ്ടും എപ്പോഴും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. പിന്നെ പ്ലീസ് എല്ലാവരോടും കമൻസില്ല തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ. അപ്പം ബൈ.